ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1668. ഇന്ന് ജൂലൈ മാസം 25-ാം തീയതി, 207-ാമത്തെ ദിവസത്തിലെത്തി. ആത്മീയ മേഖലയിൽ നമ്മൾ എന്നും, ഇന്നലെയും ഇന്നും, മിക്കവാറും നാളെയും അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ അബദ്ധവും ആപത്തും എന്താണെന്നറിയാം. നമ്മുടെ താല്പര്യങ്ങളെല്ലാം ദൈവത്തിന്റെ താല്പര്യങ്ങളായി നമ്മൾ തെറ്റിദ്ധരിക്കുന്നു എന്നതാണ്. അവിടെയും തെറ്റിപ്പോയല്ലോ. തെറ്റിദ്ധാരണയല്ല, ബുദ്ധിപൂർവമുള്ള നമ്മളുടെ ധാരണ തന്നെയാണ്. എന്റെ താല്പര്യങ്ങളെല്ലാം തന്നെ എന്റെ ദൈവത്തിന്റെ താല്പര്യങ്ങളായി ഞാൻ മാറ്റി വ്യാഖ്യാനിക്കുകയാണ്. കുറച്ചും കൂടി വ്യക്തമാക്കിയാൽ, എന്റെ താല്പര്യങ്ങളെല്ലാം ഞാൻ ദൈവത്തിൽ അടിച്ചേൽപ്പിക്കുകയാണ്. മോശയുടെ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തില് കുറെ കാലം കൊട്ടാരവാസിയായിരുന്നല്ലോ. ദൈവം ഒരുവനെ ഉപയോഗിക്കുന്നു, അത് എങ്ങനെയൊക്കെയാണ് വിളിക്കുകയും വേർതിരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതൊക്കെ പുറപ്പാടിന്റെ പുസ്തകത്തിലൂടെ നമ്മൾ വ്യക്തമായി കണ്ടിട്ടുള്ളതുമാണ്. ഇന്നത്തെ പരിസരത്ത് നിന്ന് ആലോചിച്ചാല് ദൈവം ഒരുവനെ ഉപയോഗിക്കുന്നു എന്നതിലുപരി ദൈവത്തെ ഒരുവൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ദുരുപയോഗിക്കാം എന്നതാണ്, എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാം എന്നതാണ് എല്ലാവരുടെയും ശ്രദ്ധയും ഗവേഷണമൊക്കെ. ദൈവത്തെ ഉപയോഗിക്കാൻ ഇന്നിന്റെ വിശ്വാസികൾ എന്തുമാത്രം സമർത്ഥരാന്നറിയാം. എന്നാൽ വേണ്ടതോ ദൈവം നമ്മെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുക, ദൈവകരങ്ങളില് സ്വയം അമർന്നിരിക്കുക, അനുസരണം അവിടെ നിന്ന് പഠിക്കുക, വിനയത്തോടുകൂടി പ്രവർത്തിക്കുക. ആ പ്രവൃത്തിയെ ശുശ്രൂഷ എന്നാണ് വിളിക്കേണ്ടത്. ക്രിസ്തീയത ശരിക്കും ഇതല്ലേ? ഇത് പക്ഷേ നമ്മളുടെ ജീവിതത്തില് ഒട്ടും സംഭവിക്കുന്നില്ല ഒരിക്കലും. ഏത് ബലഹീന മനുഷ്യനെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്ന് സംശയിക്കുകയേ വേണ്ട. നമ്മളോ ദൈവത്തെ ഉപയോഗിച്ച്, കാര്യമായി ദുരുപയോഗിച്ച്, പറ്റാവുന്നത്രയും ചൂഷണങ്ങളൊക്കെ ചെയ്ത് സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. എന്നാൽ മോശ നമുക്ക് പകർന്നു നൽകുന്ന മനോഹരമായ ഒരു പാഠമാണ്. അനുഭവങ്ങളിലൂടെ വലിയ ദൈവത്തെ വിശ്വസിക്കാൻ വേണ്ടി വിശ്വാസത്തിന്റെ പാതയിൽ നടക്കുന്ന മോശ ദൈവം വിളിച്ചവൻ മാത്രമല്ല, പിന്നെ വഴിയൊരുക്കുന്നവനാണെന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. വഴിയൊരുക്കുക മാത്രമല്ല, അവിടം കൊണ്ടും തീരുന്നില്ല, ആ ദൈവം കൈപിടിച്ച് നടത്തുന്നവനുമാണെന്ന് മോശ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യൂദായുടെ ലേഖനത്തിനകത്തൊരു വചനമുണ്ട്: വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവത്തെക്കുറിച്ച്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.